ഇത് സൈദാലി, തമ്പി സഹോദരന്മാരിലെ രണ്ടാമത്തെ ആള്. സൈദാലിക്ക, നിങ്ങളിപ്പോ കളി നിർത്തിയിട്ട് എത്ര വർഷമായി? ഞാൻ കളി നിർത്തിയിട്ട് ഒരു 10-20 വർഷമായിട്ടുണ്ടാവും. 22 വർഷമായി. ഏതൊക്കെ ടീമിനാണ് നിങ്ങൾ കളിച്ചത്? ഞാൻ സ്റ്റാർട്ടിങ് ഇതേമാതിരി അലവിക്കുട്ടി മെമ്മോറിയം, പിന്നെ കോട്ടക്കുന്ന്, കോട്ടാണ്, പിന്നെ സോക്കർക്ക് നേരിട്ട് സോക്കറിൽ കളിക്കുമ്പോഴാണ് നമ്മൾ സിസേഴ്സ് ട്രോഫി അവിടെ കോയമ്പത്തൂർ. അന്ന് ഞങ്ങൾക്ക് ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് കിട്ടി. ഞാനും രമേശനും മജീദും കൂടെ ചെന്നൈ പോയി. അവിടെ യൂണിവേഴ്സ് ക്ലബിന് സൈൻ ചെയ്തു. ചെന്നൈ യൂണിവേഴ്സ് അവിടെ സൈൻ ചെയ്ത് അവിടെ ലീഗ് ടൂർണമെന്റ് ആയിരുന്നു. അങ്ങനെ സൂപ്പർ ലീഗ് കളിച്ചവന്റെ കാലിന് ചെറിയ പരിക്ക് പറ്റി. അതിന്റെ മുന്നേ ഞങ്ങള് ഗാങ്ടോങ് പോയി, തമിഴ്നാട് 11 വേണ്ടിയിട്ട്. ഗാങ്ടോങ് പോയി ഞങ്ങള് മുഹമ്മദ് സ്പോർട്ടിങ്ങിനായിട്ട് 2-1 തോറ്റ് സെമിയോ കോട്ട തോന്നി, എനിക്ക് ഓർമ്മയിട്ടില്ല. അങ്ങനെ ഗാങ്ടോങ്ങിന് തിരിച്ചു വന്ന് യൂണിവേഴ്സ് ക്ലബിന് അവിടെ 4 വർഷം ലീഗ് കളിച്ച് സൂപ്പർ ലീഗ് കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു നാട്ടിലേക്ക് വന്നത്. പിന്നെ നിലമ്പൂര് യാസ് നിലമ്പൂര് കുറച്ച് കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീനിയർ ഡിസ്ട്രിക്റ്റിന് 2-3 വർഷം കളിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ടീമിന് 2 വർഷം കോച്ചിങ്, 3 കൊല്ലത്തൊന്ന് സന്തോഷ് ട്രോഫി. അതാ ലാസ്റ്റ് ടൈമിനാണ് നിർഭാഗ്യവശാല് ഇതായത്. പിന്നെ ഞങ്ങൾ വളപ്പെട്ട മേജർ സെവൻസ് ടൂർണമെന്റ്, ഓൾ ഇന്ത്യ ടൂർണമെന്റ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. പിന്നെ സെവൻസില് സൂപ്പർ സ്റ്റുഡിയോക്ക് കുറെ കാലം കളിച്ചു. ഞങ്ങൾക്ക് തിരുവങ്ങാടി വെച്ച് ഫൈനലടിച്ചു, ക്യാഷ് അവാർഡ് കിട്ടി അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ സെവൻസിൽ ഏതാനും കേരളത്തില് എവിടെ സെവൻസ് അവിടെ ഫുള്ള് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റുഡിയോ. എത്ര വയസ്സായി? എനിക്കിവിടെ 65 ആയി, 65 വയസ്സായി. അതിനിടയില് ഗൾഫിൽ പോയില്ലേ? ഗൾഫിലൊരു 22 വർഷം ഗൾഫിലും പോയി. ഇവിടുന്ന് കളി നിർത്തിയിട്ട് അവിടെ എവിടെയായിരുന്നു? ഞാന് ജിദ്ദയിൽ. അവിടെ കളിച്ചിരുന്ന? അവിടെ മദീന റോഡ് കക്കി ബിൽഡിംഗ് ആണ്, അവിടെ കുറച്ച് കളിച്ചിരുന്നു. അവിടെ മലയാളികൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട്, അവിടെയൊക്കെ കളിച്ചിരുന്നു. പിന്നെ യാദൃശ്ചികമെന്റെ ജോലി ടീമിൽ അതിനുള്ള സൗകര്യമൊന്നും കിട്ടാത്തതുകൊണ്ട് കളി നിർത്തിയതാണ്. ആരൊക്കെയായിരുന്നു കോച്ചുമാര്? എന്റെ കോച്ചറിന് ശരിക്കും സോക്കറിലെ കോച്ച് മെയിൻ മൊയ്തീൻകുട്ടാക്ക, പിന്നെ കുഞ്ഞോമാക്ക കുഞ്ചിക്കാന്ന് നമ്മള് വിളിക്കല് കുഞ്ചിക്കായിരുന്നു. പാക്കരത്തൊടി കുഞ്ചിക്ക. അതെ അതെ, മജീദിന്റെ ഫാദർ. കുഞ്ചിക്ക. അപ്പൊ ഗൾഫ് സ്റ്റേറ്റ് ടീമിന് നമ്മള് ഭരതനാണ്, കണ്ണൂരിലെ ഭരതൻ. പിന്നെ കൊല്ലത്ത് നടക്കുമ്പോ നമ്മളെ പ്രീമിയർ ടൈൽസിന്റെ ജാഫർ കപ്പ മരിച്ചുപോയി. അവരൊക്കെ ആയിരുന്നു. പിന്നെ ഇത് ചെന്നൈ കളിച്ചപ്പോ കൃഷ്ണജിറാവ് പറയും, തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷന്റെ വിശ്വനാഥൻ ആളാണ് തമിഴ്നാട് സെക്രട്ടറി. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കോച്ചുമാരെ കീഴില് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ജോബ് ഇവിടെ റെഡിയാക്കി തരാം, ഒക്കെ ക്ലിയർ ആക്കി തരാം, ഈ എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞപ്പോൾ സെറ്റപ്പിലാ മൂപ്പര് അങ്ങോട്ട് കോണ്ടാക്ട് പറഞ്ഞു. അപ്പോഴാണ് കാലിന് പരിക്ക് പറ്റിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഇവിടെ ഒന്നും കയറാൻ പറ്റില്ല. അങ്ങനെ ഗൾഫിലേക്ക് പുറപ്പെട്ട് പ്രവാസം നിർത്തിയിട്ട് 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. ഇപ്പൊ എവിടെയാണ് താമസം? ഞാന് മക്കരപ്പറമ്പ് കുറച്ച് ഉള്ളോട്ടുണ്ട്, കരിഞ്ചാപ്പാട് എന്ന സ്ഥലത്ത് 4 വർഷമായി വീടെടുത്ത് അവിടെ സെറ്റിൽ ആയിക്കോളും. അതിന്റെ മുന്നേ മലപ്പുറത്ത് തന്നെയാണ് നമ്മൾ താമസിച്ചത്. അപ്പൊ അവിടെയാണ് താമസം. ഭാര്യ 3 മക്കളും, മൂത്തത് മകള്, 2 ആൺകുട്ടികള്. അതിലൊരാള് എല്ലാരും പേര് ഷബീബ്, മുഹമ്മദ് ഷബീബ് ബാംഗ്ലൂരിന്റെ, ചെറിയ മോന് ദുബായിലുമുണ്ട്. അവര് കളിച്ചിരുന്നു. അവര് ഫുട്ബോൾ കളിച്ചിരുന്നു. പിന്നെ അങ്ങനെ മേജർ ഒരു രംഗത്ത് വല്ല വന്നിട്ടില്ല. അത്രേ ഉള്ളൂ. ഭാര്യന്റെ പേര്? ഭാര്യന്റെ തസ്നി, ഫാത്തിമ തസ്നി. നിങ്ങൾ ഈ കളി ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു കളി പറയാൻ പറ്റുമോ? നല്ലൊരു പെർഫോമൻസ് ഒക്കെ, പ്രത്യേകിച്ച് ഗോളിമാരാണല്ലോ അവര്. പോസ്റ്റ് ബാറിന് കീഴിൽ മാസ്മരിക പ്രകടനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങൾ സെവൻസിന് പൊന്നാനിന്ന് കളിച്ചപ്പോൾ ഒരു ഐബോൾ എയറിൽ പിടിച്ചിറങ്ങി. അങ്ങനെ ഒരു ക്യാഷ് ഒരാൾ പോക്കറ്റിൽ നിന്ന് എടുത്ത് തന്നു. ഇമ്പിച്ചർ അക്ബർ ട്രാവൽസ് നടത്തുന്ന ഇമ്പിച്ചറിന് ആള് സെവൻസിന് സൂപ്പർ സ്റ്റുഡിയോക്ക് വേണ്ടി കളിക്കും. അതൊരു മറക്കാനാത്ത അനുഭവമാണ് അല്ലെ അന്നത്തെ കാലഘട്ടത്തില്. തമ്പി സഹോദരന്മാരിലെ ഏറ്റവും ഇളയവൻ ബഷീർ, ഇവരിൽ കൂടുതൽ പ്രശസ്തനായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ. ഇന്ത്യൻ ടീമിന്റെ കോച്ചിങ് ക്യാമ്പിലേക്ക് 2 തവണയാണ് അദ്ദേഹത്തെ പരിഗണിച്ചത്. അതുപോലെ തന്നെ അന്യൊരു സ്റ്റേറ്റിന് വേണ്ടി, കർണാടകക്ക് വേണ്ടി 9 പ്രാവശ്യം ഗോൾ കീപ്പറായി. ഇതൊന്നും ചില്ലറ നേട്ടമല്ല. ഇനി ബഷീറിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഇപ്പൊ കളി നിർത്തിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 22 വർഷമായി. 22 വർഷം.
ഏത് ടീമിനോടെയാണ് കളിച്ച് വളർന്നത്? ഞാൻ സോക്കർ ക്ലബിൽ തുടങ്ങി. അതായത് അന്നത്തെ ഇത് പറഞ്ഞാല് സോക്കർ കളിച്ച് പിന്നെ ഞാൻ സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു. 9ാം ക്ലാസ്സിൽ ഉണ്ടാവുമ്പോഴാണ് സബ് ജൂനിയർ സ്റ്റേറ്റ് കളിക്കുന്നത്, കേരള സബ് ജൂനിയർ സ്റ്റേറ്റ്. എവിടെയാണ് സ്കൂൾ പഠിച്ചിരുന്നത്? ഗവൺമെന്റ് കോട്ടപ്പടി ഹൈസ്കൂൾ. അതിനു മുമ്പ് ബഷീർ ഈ 4 അടി 5 അടി അങ്ങനത്തെ ഇതിലൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. ഒരു ലവ്ലി ടൂർണമെന്റിലൊക്കെ മലപ്പുറത്ത് കേക്കത്തിലൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അല്ലേ? അതെ അതെ, അതിലെല്ലാം കളിച്ചു. അതൊക്കെ ഒരു മറക്കാനാവാത്ത ഒരു ചെറുപ്പത്തിലെ ഗോളിയാണ്. അത് പ്രചോദനം ഈ 2 ഇക്കമാരനെ അല്ലെ, സൈദാലിക്ക് മെദീൻക്ക് അവര് വേണ്ടോളം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ഗോളിമാരെ വഴിയിലേക്ക് തന്നെ വന്നത് അല്ലെ. പിന്നെ സോക്കറിന് കളിച്ചതിന് ശേഷം സോക്കറിന് ഞാൻ 2 വർഷം എന്തോ കളിച്ചിട്ടുണ്ട്. കളിച്ചു കഴിഞ്ഞേക്കിന് ഞാൻ ഹൈസ്കൂളില് 8, 9, 10 ഗവൺമെന്റ് കോട്ടപ്പടി ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത്. 8 കഴിഞ്ഞ് 9ാം ക്ലാസ് വന്നിട്ട് ഞാൻ സബ് ജൂനിയർ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കിട്ടി, മലപ്പുറം ഡിസ്ട്രിക്ട്. പിന്നെ സബ് ജൂനിയർ സ്റ്റേറ്റ് ക്യാമ്പിൽ കിട്ടി 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. പിന്നെ ഫൈനലിസ്റ്റ് കഴിഞ്ഞു, സ്റ്റേറ്റ് ടീമിൽ കിട്ടി. കോഴിക്കോടായിരുന്നു സബ് ജൂനിയർ നാഷണൽ ടൂർണമെന്റ് അവിടെ വെച്ചായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഫൈനൽ എക്സാം ഇതാക്കുന്നത്, 9ാം ക്ലാസ്സിന്റെ ഫൈനൽ എക്സാം, കൊലപരീക്ഷ. അപ്പൊ അത് എനിക്ക് എഴുതാൻ പറ്റില്ലല്ലോ, ടൂർണമെന്റിലല്ലേ ഉള്ളത്. പക്ഷെ അന്ന് ഫെഡറേഷനും ഉണ്ട്. നമ്മൾ ഈ സബ് ജൂനിയർ സ്റ്റേറ്റ് ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാച്ചിന് ശേഷം ഇപ്പൊ ഫെഡറേഷൻ സ്റ്റാർട്ട് ആവാണ് ഫെഡ്ലൈറ്റിൽ. അന്നൊക്കെ മഫ്തലാലും സ്പോർട്ടിങ് മോഹൻബാഗ് ഈസ്റ്റ് ബംഗാളൊക്കെ ഉണ്ടല്ലോ ആ ടീം. ഞങ്ങൾ അന്ന് ഫൈനലിൽ വിൻ ചെയ്തു ബംഗാളിന്റെ അടുത്ത് ഒരു ഗോളിന് തോറ്റു ബംഗാളിന്റെ അടുത്ത്. അത് എല്ലാം ടൂർണമെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ശരി വീട്ടിലെല്ലാം വന്ന് സ്കൂളിൽ പോയി. അതായത് ഇതിന്റെ എക്സാം ഒന്നും എഴുതിയില്ലല്ലോ, ഞാൻ 100% തോറ്റു എന്നുള്ള ഇതിലാണ് ഞാൻ പോയത്. നോക്കുമ്പോ എന്റെ 4ാമത്തെ പേരിലുണ്ട് ബഷീർ പാസ്സായി എന്നുള്ളത്. എനിക്ക് ആ ഭയങ്കര ഒരു അതിശയായി. അവന് നേരിട്ട് ഗോയിമാഷ അടുത്ത് പോയി, ഗോയിമാഷ ഞാൻ പരീക്ഷ എഴുതിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ പാസ്സായി? അല്ലല്ല, നീ വന്നിട്ട് കേരള റെപ്രസെന്റ് ചെയ്യല്ലേ, അപ്പൊ നമുക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ സ്കൂളിന്റെ ഇതിന്റെ. അപ്പൊ അതെങ്ങനെയായാലും ആ ഒരു കോട്ടുണ്ട്. അങ്ങനെ 9ാം ക്ലാസ് പരീക്ഷ എഴുതാതെ എങ്ങനെയാണ് ബാംഗ്ലൂർ എത്തുന്നത്? 9ാം ക്ലാസ് സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ചു. പിന്നെ 10ാം ക്ലാസ് വന്ന് 10ാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് ടൂർണമെന്റ്, ജൂനിയർ ഡിസ്ട്രിക്ട് ടൂർണമെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ കളിച്ചേക്കുന്ന എന്ത് ചെയ്തു, SLC എക്സാമൊക്കെ എഴുതി തോറ്റ്. പിന്നെ എനിക്കൊരു ആശ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കളിക്കണം എന്നുള്ള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തോറ്റ പിന്നെ നമുക്ക് ഇതാക്കാൻ പറ്റില്ലോ. പിന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ പോയി SLC എക്സാം തിരിച്ച് ഇതാക്കാൻ വേണ്ടി. പക്ഷെ ആ സമയത്താണ് ഡിസ്ട്രിക്ട് കളിച്ചിട്ട് ക്യാമ്പ് സെലക്ഷൻ വന്നു ജൂനിയർ സ്റ്റേറ്റിൻ്റെ. അങ്ങനെ എനിക്കതിൽ ആ സ്റ്റേറ്റ് ടീമിൽ കിട്ടി. സ്റ്റേറ്റ് ടീമിൽ കിട്ടിയെങ്കിൽ ഞാൻ പഠിത്തം നിർത്തിയിട്ട് നേരെ സ്റ്റേറ്റ് ടീം പോയി ഗോവയിൽ വെച്ചായിരുന്നു ജൂനിയർ നാഷണൽ ടൂർണമെന്റ്, സ്റ്റേറ്റ് ടൂർണമെന്റ് നടന്നിരുന്നത്. ഗോവയിൽ കളിച്ചു. ഗോവയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. കർണാടക വേഴ്സസ് കേരള, പിന്നെ ബംഗാൾ, പഞ്ചാബിന്റെ അടുത്തൊക്കെ നല്ല പെർഫോമൻസ്. ആ പെർഫോമൻസ് സെമിഫൈനലിൽ കർണാടക കേരള ആയിരുന്നു ജൂനിയർ സ്റ്റേറ്റ് ആ സമയത്ത്. അപ്പൊ ആ പെർഫോമൻസ് കണ്ടിട്ട് മധുര കോച്ച് കൃഷ്ണജിറാവ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. എങ്ങോട്ട്? ബാംഗ്ലൂർ. അപ്പൊ ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഒന്ന് ലാംഗ്വേജിന്റെ പ്രോബ്ലം ആയതുകൊണ്ട് ശരി സാറൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിവരം തരാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലോട്ട് വന്നു. നാട്ടിലോട്ട് വന്നേക്കുന്ന എനിക്ക് അന്ന് ടെലഗ്രാം വന്നു. അന്ന് എൻ്റെ പെങ്ങളെ കല്യാണം. അപ്പോൾ ആ ദിവസമാണ് എനിക്ക് ടെലിഗ്രാം വന്നത്. ടെലിഗ്രാം വന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും അപകടകരമായ ഒരു ഇതിലാണ് ആ ടെലിഗ്രാം കമ്പി വന്നു. പണ്ടത്തെ കാലം അങ്ങനല്ലേ, ടെലിഗ്രാം വന്നു കമ്പി വന്നു എന്ന് പറയും. അപ്പൊ കമ്പി വന്നേക്കുന്ന അന്ന് ഫുള്ള് വന്നു, ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് ചെയ്യണം. അതായത് ഇന്ന് വന്ന് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ടെലിഗ്രാം വന്നു. പിന്നെ കല്യാണത്തിന്റെ പെങ്ങളെ കല്യാണമൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കോഴിക്കോട് പോയി, ബസ് കയറി ബാംഗ്ലൂർ പോയി. അവിടെ ഇമ്മീഡിയറ്റ് എനിക്കത് റൂമും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തെന്ന്. അന്നൊരു CL കളിക്കുന്ന ഗോൾ കീപ്പർ അബൂബക്കർ
മൂപ്പര് എല്ലാ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തെന്ന് അങ്ങനെ അവിടെ റെഡി എല്ലാം ആയി. മദ്രാസ് കോട്ട്സിൽ എനിക്ക് അപ്പോയിൻമെന്റ് ആയി 1984 1984. അപ്പോൾ 84 തുടങ്ങിയിട്ട് ഞാൻ അവിടെ മദ്രാസ് കോട്ട്സ് ജോയിൻ ചെയ്തു. മദ്രാസ് കോട്ട്സ് ജോയിൻ ചെയ്ത് 1 വർഷം അവിടെ കളിച്ചു. പിന്നെ 85 വന്നിട്ട് HL ഞാൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. HLക്ക് ക്ഷണം കിട്ടി, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് HL കണ്ടിന്യൂ ആയിട്ട് കളിച്ചു. ജൂനിയർ സ്റ്റേറ്റ്, സബ് ജൂനിയർ സ്റ്റേറ്റ്, ജൂനിയർ സ്റ്റേറ്റ്, സീനിയർ സ്റ്റേറ്റ്, അങ്ങനെ ഒരു ബ്രേക്ക് ഇല്ലാതെ അങ്ങനെ കളിച്ചു പോയി 94 വരെ. പക്ഷെ വളരെ കിട്ടല്ലേ നമ്മളെ ഇവിടെ കളിച്ചതൊക്കെ ആവെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ കാലങ്ങളുള്ള ഒരു ഇതായിരുന്നു. ബാംഗ്ലൂരിലായിരിക്കാണ് ഇന്ത്യൻ ടീമിന്റെ കോച്ചിങ് ക്യാമ്പിലേക്ക് പരിഗണിച്ചത് അല്ലെ? അന്ന് ഇന്ത്യൻ ടീമിൽ പോയി 2 പ്രാവശ്യം, ഒന്ന് നെഹ്റു കപ്പിനും മറ്റൊന്ന് സാഫ് ഗെയിംസിനും. അന്ന് ഗോൾ കീപ്പർമാരായിരുന്നു ഇന്ത്യന്റെ? ഗോൾ കീപ്പർ ബ്രഹ്മാനന്ദ്, ഭാസ്കർ ഗാംഗുലി, അദാന ഭട്ടാചാര്യ. അന്നൊക്കെ നമ്മളൊരു ദൈവത്തിന്റെ മാതിരി അവിടെ അവരെ മുമ്പിലിട്ട ഞാൻ അത്ര ഒരു ചെറിയൊരു പയ്യനല്ലേ, എനിക്ക് കൈയും കാലൊക്കെ വറക്കുന്നുണ്ട്. കാരണം ഗോൾ കീപ്പർ കോച്ചിങ് ഒക്കെ തരുമ്പോ അന്നത്തെ ബ്രഹ്മാനന്ദൊക്കെ പറഞ്ഞാല് നമ്മൾ അന്ന് ഈ 3 നടന്നിട്ടുണ്ടെങ്കില് ശരിക്കും പറയാം ഇന്ത്യൻ ഗോൾ കീപ്പർ അല്ലേ, ഇന്ത്യൻ ക്യാമ്പ് കിട്ടിയതിന് സന്തോഷം. ഇവരെ കൂടെ ഒരു മാസം ഞാൻ ക്യാമ്പിൽ നിന്നു. പക്ഷെ അത് വളരെ ഒരു വലിയ അനുഭവമാണ്. അതാണ് മുതൽക്കൂട്ട്. ബ്രഹ്മാനന്ദ് പിന്നെ സാഫ് ഗെയിംസിന്റെ ഇതില് ഭാസ്കർ ഗാംഗുലി ഉണ്ടായിരുന്നു, ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ കീപ്പർ. കമ്പനിയില് അവിടെ ഏത് പൊസിഷനിലായിരുന്നു? ഞാൻ അസിസ്റ്റന്റ് PRO ആയിരുന്നു. PRO അല്ലെ? എത്ര വർഷം അവിടെ ഞാന് സേവനം അനുഷ്ഠിച്ചു? 41 വർഷം. 41 വർഷം. ഇപ്പൊ റിട്ടയർ ആയോ? ഇപ്പൊ റിട്ടയർ ആയിട്ട് 1 വർഷം ആവുന്നു. കഴിഞ്ഞ മെയ് 2025 റിട്ടയർഡ്. ഇപ്പൊ താമസം ഇവിടെയാണ് അല്ലെ? ഇത് സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് ചട്ടിപ്പറമ്പ് ചാഞ്ഞാല്, ഇത് സനഡവില്ല സഡൻ സിറ്റി. ഇതിന്റെ ഇത് പോസ്റ്റ് കോഡൂർ എന്നുള്ള ഇതിലാണ് വരുന്നത്. ഇവിടെയാണ് താമസം. ഇവിടെ കാക്ക പിന്നെ ജ്യേഷ്ഠന്മാരൊക്കെ ഇടക്ക് ഒത്തുകൂടലൊക്കെ ഉണ്ട് എല്ലാരും അല്ലേ? എല്ലാരും ഒത്തുകൂടും അല്ലെ? ഇളയ അനിയന്റെ അടുത്ത് അങ്ങനെ വരും അല്ലെ? അങ്ങനെ ഒത്തുകൂടും അല്ലെ? പിന്നെ ബഷീർ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തി. വൈഫ് NK റംല, പിന്നെ മോള് ജന്നാശ്വരീൻ ജാനേശ്വരീൻ, 2 പെൺകുട്ടികൾ, ട്വിൻസ്. അവരിപ്പോ നീറ്റ് 2 പേരും ഇതാക്കുന്നുണ്ട്. എന്തോ ഫൈനലൈസ് ആയിട്ടുള്ള എക്സാം ഉണ്ടല്ലോ, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ബഷീറിന് മറക്കാനാവാത്ത മാച്ച് ഏതാണ്? മാച്ച് എന്ന് പറഞ്ഞാല് ഗോവട്ടില് കേരള വേഴ്സസ് കർണാടക. അന്ന് സത്യന്, ഷർഫ് അലി, കുർഗേഷ് മേത്ത ഒക്കെ അതിൽ ചാക്കോ കളിക്കുന്നുണ്ട്. സെമിഫൈനല്. അപ്പൊ ഞങ്ങൾ ടൈം ബ്രേക്കറായി. അതിലെന്ത് ചെയ്തു, ടൈം ബ്രേക്കർ ആയപ്പോ എങ്ങനെ 5-5 കിക്ക് എടുക്കണ്ടേ, അതിൽ ഫസ്റ്റ് സത്യന് എടുത്തു. ഞാൻ സത്യന്റെ ബോൾ സേവ് ചെയ്തു. നമ്മളെ ടീമിൽ നിന്ന് ഒരാളെ അടിച്ചു, അത് പുറത്തേക്ക് അടിച്ചു. എഗെയിൻ രണ്ടാമത്തെ ഷർഫലിന്റെ ഞാൻ എടുത്ത്. മൂന്നാമത്തെ രമേശോ എന്തോ ഉണ്ട് സന്തോഷ്, ഓൻ്റെത് എടുത്തു. 5-ൽ 3 കിക്ക് എടുത്തു. 2 ഗോളായി, 3 ഞാൻ സേവ് ചെയ്തു. അപ്പോ നമ്മുടെ ടീമിലുള്ള 3-4 ആൾക്കാർ പുറത്തേക്ക് അടിച്ചു. 1 ബോൾ 2 ബോൾ ചാക്കോ സേവ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ആ ടീം വന്നിട്ട് ഫൈനൽ വന്നു ബംഗാളിന്റെ അടുത്ത്. അതെന്ത് ചെയ്തു, ആ ബംഗാളിന്റെ ഫൈനലും കഴിഞ്ഞ് നേരിട്ട് അവര് സാഫ് ഗെയിംസിന് ഒരേ ടീം എടുത്തിട്ടാണ് പോയത്. പക്ഷെ ഇത് നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യൻ ടീം 100% പോയിട്ടുണ്ട് ആ ടീം. പക്ഷെ എന്റെ ബദല് ചാക്കോ പോയി. മലപ്പുറത്തുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കുടുംബമാണ്, അതായത് വിശിഷ്യ ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് തമ്പി കുടുംബം. അതിലെ ഈ 3 സഹോദരന്മാരായിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. തമ്പി സഹോദരന്മാരുമായുള്ള ഈ സംസാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു.